ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ഡിഫറൻസിയേഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിഫറൻസിയേഷനിലെ 2 റിസൾട്ടുകളാണ് പഠിക്കാൻ പോകുന്നത്. ആ 2 റിസൾട്ടുകൾ പഠിക്കും, അതിനുശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാവുന്നൊരു ഫംഗ്ഷനാണ് e⁻x, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. e⁻x നമുക്ക് വളരെ ഫെമിലിയർ ആയ ഫംഗ്ഷനാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് e⁻xൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന്, അഥവാ d/dx ഓഫ് e⁻x. e⁻xൻ്റെ ഡെറിവേറ്റീവാണ് e⁻x. അഥവാ ഡെറിവേറ്റീവ് കാണുമ്പോൾ e⁻xന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. e⁻xൻ്റെ ഡെറിവേറ്റീവാണ് e⁻x. സെക്കൻഡ് റിസൾട്ട് d/dx ഓഫ് log x. log xൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. log xൻ്റെ ഡെറിവേറ്റീവാണ് 1/x. സോ ഇന്ന് നമ്മൾ 2 റിസൾട്ടുകളാണ് പഠിച്ചത്. ഫസ്റ്റ് റിസൾട്ട് d/dx ഓഫ് e⁻x ഈക്വൽ ടു e⁻x. സെക്കൻഡ് റിസൾട്ട് d/dx ഓഫ് log x ഈക്വൽ ടു 1/x. അഥവാ e⁻xൻ്റെ ഡെറിവേറ്റീവാണ് e⁻x എന്ന്. അഥവാ e⁻xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല. അതുപോലെ log xൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1/x. നമ്മളിനി ഈ 2 റിസൾട്ടും ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. സോ നമുക്കിനി പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് e⁻x log x. d/dx of e⁻x log x. e⁻x log xൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് e⁻x log x എന്നുള്ളത് പ്രോഡക്റ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? പ്രോഡക്റ്റ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? e⁻x ഈസ് ഈക്വൽ ടു e⁻x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്താണ്? log x പ്ലസ് log x ഇൻറ്റു, അഥവാ സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് എന്താണ്? log x അല്ലേ? log x ഇൻറ്റു d/dx ഓഫ് ഫസ്റ്റ് e⁻x. സോൾവ് ചെയ്യുമ്പോൾ e⁻x ഇൻറ്റു d/dx ഓഫ് log x. log xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x പ്ലസ് log x ഇൻറ്റു d/dx ഓഫ് e⁻x. e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ. സോ ആൻസർ എന്താണ്? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ e⁻x ഡിവൈഡഡ് ബൈ x ഇൻറ്റു 1/x ഡയറക്റ്റ് ആയിട്ട് എഴുതിയതാണ്. പ്ലസ് e⁻xന് ആദ്യം എഴുതാം. e⁻x ഇൻറ്റു log x. 2 e⁻x നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇവിടെ 1/x പ്ലസ് log x. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? e⁻x log xൻ്റെ ഡെറിവേറ്റീവ് കാണാനായിരുന്നു. e⁻x log x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യും. പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ e⁻xും സെക്കൻഡ് ഫംഗ്ഷൻ log x ആയിരുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. e⁻x d/dx ഓഫ് log x 1/x പ്ലസ് log x ഇൻറ്റു d/dx ഓഫ് e⁻x തന്നെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. കോമൺ ആയിട്ടുള്ള e⁻x എന്നുള്ള ടേമിനെ നമ്മൾ പുറത്തെടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളതിനെ പുറത്തെടുത്ത് എഴുതും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം.
d/dx ഓഫ് e റൈസ് ടു എക്സ് സൈൻ എക്സ്. ഇവിടെയും എന്താണ്, പ്രോഡക്റ്റ് റൂളാണ്. കാരണം രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് ഡെറിവേറ്റീവ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ തന്നെ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ ഫസ്റ്റ് e റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് പ്ലസ് second function sin x into derivative of first e raised to x. solve ചെയ്യുമ്പോൾ e raised to x into d/dx of sin x. sin xന്റെ ഡെറിവേറ്റീവ് ആയിരുന്നു cos x പ്ലസ് sin x into d/dx of e raised to x. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ e raised to x cos x പ്ലസ് e raised to x sin x. ഇതിനകത്തൊന്നും e raised to x കോമൺ ആണ്, പുറത്തോട്ട് എടുക്കാം. ബാക്കി cos x പ്ലസ് sin x. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, ഇവിടെ e റൈസ് ടു എക്സ് സൈൻ എക്സ് ആയിരുന്നു നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്ടായിരുന്ന ഫംഗ്ഷൻ. സോ നമ്മളിവിടെ പ്രോഡക്റ്റ് ആയിട്ട് തന്നുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കും. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. e റൈസ് ടു എക്സ് ഡയറക്റ്റ് എഴുതും. d/dx ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു d/dx ഓഫ് e റൈസ് ടു എക്സ്. e റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മളിപ്പോൾ പഠിച്ചു. e റൈസ് ടു എക്സ് തന്നെയാണ്, ഡയറക്റ്റ് എഴുതുന്നു. സിംപ്ലിഫൈ ചെയ്യുന്നു, e റൈസ് ടു എക്സിനെ പുറത്തെടുത്ത് എഴുതുന്നു. അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. d/dx ഓഫ് റൂട്ട് എക്സ് ലോഗ് എക്സ്. ഇവിടെ ഫംഗ്ഷൻ എന്താണ്, റൂട്ട് എക്സ് ലോഗ് എക്സ്. റൂട്ട് എക്സ് ലോഗ് എക്സിനെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും പ്രോഡക്റ്റ് ആണ്. നമുക്കപ്പോൾ എന്താണ്, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്താണ്, ലോഗ് എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്, റൂട്ട് എക്സ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് എക്സ് ഇൻറ്റു d/dx ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/x. നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ടാണ് 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു d/dx ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/2 റൂട്ട് എക്സ്. സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. റൂട്ട് എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ബൈ 2 റൂട്ട് എക്സ്. ഇതിനകത്ത് റൂട്ട് എക്സ് ബൈ എക്സ്, എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ്. സോ എക്സിനെ മാറ്റി നമുക്ക് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാം. റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് ലോഗ് എക്സ് ബൈ 2 റൂട്ട് എക്സ്. ഈ റൂട്ട് എക്സും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുക 1/റൂട്ട് എക്സ് പ്ലസ് ലോഗ് എക്സ് ബൈ 2 റൂട്ട് എക്സ്. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 സ്റ്റെപ്പ്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. അപ്പോൾ എന്തായിരിക്കും, 2/2 റൂട്ട് എക്സ് പ്ലസ് ലോഗ് എക്സ് ബൈ 2 റൂട്ട് എക്സ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 പ്ലസ് ലോഗ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, നമ്മുടെ ഫംഗ്ഷൻ ആയിരുന്നു റൂട്ട് എക്സ് ലോഗ് എക്സ്.
അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ റൂട്ട് എക്സ് ആയിരുന്നു, സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആയിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ശേഷം സിംപ്ലിഫൈ ചെയ്യുന്നു. റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഇന്ന് പഠിച്ച റിസൾട്ടാണ് 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റിസൾട്ടാണ് 1/2 റൂട്ട് എക്സ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നു. റൂട്ട് എക്സ് ഇൻറ്റു 1/x റൂട്ട് എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ബൈ 2 റൂട്ട് എക്സ്. ശേഷം സിംപ്ലിഫൈ ചെയ്തിട്ട് 2 പ്ലസ് ലോഗ് എക്സ് ബൈ 2 റൂട്ട് എക്സ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ആൻസർ നിർത്താം. സിംപ്ലിഫൈ ചെയ്താൽ നല്ലതാണ്. ഇവിടെ സിംപ്ലിഫൈ ചെയ്തത് എങ്ങനെയാണ്? എക്സിനെ മാറ്റിയിട്ട് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞ് മാറ്റി എഴുതുന്നു. റൂട്ട് എക്സും കട്ട് ചെയ്യുന്നു. പിന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രാക്ഷന് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ 2 കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ താഴെ 2 റൂട്ട് എക്സ് എന്നുള്ളത് കോമൺ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററിനെ ഡയറക്റ്റ് ആയിട്ട് പ്ലസ് ചെയ്ത് എഴുതാം. അപ്പോൾ ആൻസർ കിട്ടും 2 പ്ലസ് ലോഗ് എക്സ് ബൈ 2 റൂട്ട് എക്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ടാൻ എക്സ്. ഇവിടെയും പ്രോഡക്റ്റ് റൂൾ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് എന്താണ്? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ എക്സ് പ്ലസ് സെക്കൻഡ് എന്താണ്? ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ്. സിംപ്ലിഫൈ ചെയ്യാം. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇ റൈസ് ടു എക്സ്. സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇ റൈസ് ടു എക്സ് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ടാൻ എക്സ്. കോമൺ ആയിട്ടുള്ള ഇ റൈസ് ടു എക്സിന് പുറത്തേക്ക് എടുക്കാം. ബാക്കി സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ്. സോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ടാൻ എക്സ് ആയിരുന്നു കാണാണ്ടായിരുന്നത്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. കാരണം പ്രോഡക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇ റൈസ് ടു എക്സ് സീക്ക് സ്ക്വയർ എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നു. ഇ റൈസ് ടു എക്സ് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ ഡയറക്റ്റ് എഴുതുന്നു. ഇ റൈസ് ടു എക്സിനെ പുറത്തേക്ക് എടുക്കുന്നു. സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. ഇത്രയേ ഉള്ളൂ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ബൈ എക്സ്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ കോഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. ലോഗ് എക്സ് ബൈ എക്സ്. ഇങ്ങനെ കോഷ്യൻ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക കോഷ്യൻ റൂളാണ്. കോഷ്യൻ റൂൾ എന്തായിരുന്നു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് വേണ്ട ഡിനോമിനേറ്റർ എന്താണ്? എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ്
ന്യൂമറേറ്റർ എന്താണ്? ലോഗ് എക്സ് പ്ലസ് ന്യൂമറേറ്റർ എന്താണ്? പ്ലസ് അല്ല, സോറി, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ എക്സ് ആയിരുന്നു, എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താണ്, നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തു. കോഷ്യൻ റൂൾ എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x മൈനസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് ഇൻറ്റു 1/x വരുമ്പോൾ എക്സും 1/x നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ ഉണ്ടാവുക? 1 is equal to 1 minus log x into 1 log x whole divided by x square. ആൻസർ എന്താണ്? 1 മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മളിവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ ലോഗ് എക്സ് ബൈ എക്സ് ആയിരുന്നു. അതൊരു കോഷ്യൻ ഫോമിലായിരുന്നു. അപ്പോൾ നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യും. കോഷ്യൻ റൂൾ എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യും. എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് 1/x മൈനസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഡയറക്റ്റ് 1 എന്ന് അപ്ലൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുന്നു. എക്സും കട്ട് ചെയ്ത് പോവും. 1 മൈനസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഈ സെക്ഷനിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ബൈ റൂട്ട് എക്സ്. ഇ റേസ് ടു എക്സ് ബൈ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് കോഷ്യൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം കോഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കോഷ്യൻ റൂൾ എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇ റേസ് ടു എക്സ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സോ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു 1/2 റൂട്ട് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്താണ്? റൂട്ട് എക്സ് എക്സ്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് ബൈ 2 റൂട്ട് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ്. സോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇ റേസ് ടു എക്സ് ബൈ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ. അപ്പോൾ കോഷ്യൻ ഫോമിലാണ്. അപ്പോൾ നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യും. കോഷ്യൻ റൂളായിരുന്നു ഫസ്റ്റ്
ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സോ റൂട്ട് എക്സ് ഇവിടെ ഡിനോമിനേറ്റർ ആയിരുന്നു റൂട്ട് എക്സും ന്യൂമറേറ്റർ ആയിരുന്നു ഇ റൈസ് ടു എക്സും. അത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഇക്വേഷനിൽ സിംപ്ലിഫൈ ചെയ്യുന്നു. റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഈസ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ റിസൾട്ടായിട്ട് പഠിച്ചതാണ് 1/2 റൂട്ട് എക്സ്. അത് അപ്ലൈ ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് എഴുതുന്നു. റൂട്ട് എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ബൈ 2 റൂട്ട് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആയിരിക്കും, എക്സ്. സോ ഈ സെക്ഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നിർത്താണ്. സോ നമ്മളിനി നെക്സ്റ്റ് പുതിയൊരു സെക്ഷനിലോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ കുറച്ച് റിസൾട്ടുകളാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് 2 പ്രോബ്ലംസും കൂടി നോക്കും. സോ നെക്സ്റ്റ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് കാണാൻ പോകുന്നത്. ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഇൻവേഴ്സ് ഫങ്ഷൻസ് നമുക്കറിയാം ഏതൊക്കെയാണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്. ഇതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് dy/dx എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൂഫ് ഒന്നും നിങ്ങൾക്ക് പഠിക്കില്ല, ഡയറക്റ്റ് റിസൾട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇഫ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് y എങ്കിൽ ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് 1/√1 - x². എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് 1/√1 - x². നെക്സ്റ്റ് എന്താണ്? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് -1/√1 - x². ആൻഡ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും 1/1 + x². അപ്പോൾ കാര്യമായിട്ട് ഈ ഒരു 3 റിസൾട്ടുകളാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് 1/√1 - x². സെക്കൻഡ് കോസ് ഇൻവേഴ്സ് എക്സ് ഡെറിവേറ്റീവ് -1/√1 - x². ഇവിടെ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും തമ്മിലൊരു നെഗറ്റീവിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് 1/1 + x². അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് വെച്ചൊക്കെ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് കാണാറുണ്ട് എക്സാമിനൊക്കെ. അപ്പോൾ ഇത്രയും റിസൾട്ടുകൾ ബൈ ഹാർട്ട് ചെയ്യുക. ഈ റിസൾട്ട്സ് മാത്രമല്ല, ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടുകളൊക്കെ ഏകദേശം തീരാൻ തുടങ്ങി. ഇനി നമ്മൾ റൂൾസും അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച എല്ലാ റിസൾട്ടുകളും നമ്മൾ ഫസ്റ്റ് x⁻n ഒക്കെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. x⁻n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ d/dx ഓഫ് x⁻n = nx⁻n-1. ശേഷം ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ പറഞ്ഞു. പല റിസൾട്ടുകളും ഞാൻ ബോക്സിലാക്കിയൊക്കെ വയ്ക്കാൻ പറഞ്ഞ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആ റിസൾട്ടുകളെല്ലാം ഒരുമിച്ച് ഒരു ഷീറ്റിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഒരു ഷീറ്റിൽ ഒരുമിച്ച് എഴുതി വയ്ക്കുക. പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ റൂമിൽ ഒട്ടിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുക. കാരണം ഈ ഇത്രയും റിസൾട്ടുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട റിസൾട്ടുകളാണ്. ഒരുപാട് റിസൾട്ടുകൾ പഠിച്ചു. അപ്പോൾ മാക്സിമം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. നോട്ടിൽ ഒരു 1 പേജ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. ഈ ക്ലാസ് തന്നെ ചെയ്യണമെന്നില്ല, സാവധാനം ചെയ്യുക. എന്തായാലും ശരി, നിങ്ങളത് എന്ത് ചെയ്യണം? ബൈഹാർട്ട് ചെയ്യണം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇനി അപ്ലൈ ചെയ്യണം. അപ്പം ലാസ്റ്റ് പ്രോബ്ലംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. റൂട്ട് എക്സ് വരുമ്പോൾ നമ്മൾ റൂട്ട് എക്സിനെ ഡെറൈവ് ചെയ്യാനൊന്നും നിൽക്കില്ല, ഡയറക്റ്റ് 1/2 റൂട്ട് എക്സിന് അപ്ലൈ ചെയ്യും. കോസ് എക്സ് വരുമ്പോൾ ഡയറക്റ്റായിട്ട് d/dx ഓഫ് കോസ് എക്സ് - sin എക്സ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യും. അങ്ങനെ ടാൻ എക്സിൻ്റെ വരുമ്പോൾ sec²x എന്ന് വരും. അങ്ങനെ നമ്മൾ ഒരുപാട് റിസൾട്ട്സ് പഠിച്ചു. കൊസീക്കിൻ്റെയും കോട്ടിൻ്റെയൊക്കെ പഠിച്ചു. മൊത്തം ബൈഹാർട്ട് ചെയ്യുക. ഈ ഒരു 3 കൂടി കൂട്ടത്തിൽ ബൈഹാർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 3 റിസൾട്ട് ഉപയോഗിച്ചിട്ട് 2 പ്രോബ്ലംസും കൂടി ചെയ്യണം. ഫസ്റ്റ് എക്സാമ്പിൾ d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് x/x. ഫങ്ഷൻ സൈൻ ഇൻവേഴ്സ് x/x ആണ്. ഇതൊരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റൂള് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. കോഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. കോഷ്യൻ റൂൾ എന്തായിരുന്നു?
ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? എക്സ്. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. നമുക്ക് താഴെ എഴുതാം. ഫസ്റ്റ് ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യാം. എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/√1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ x/√1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. സോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാനായിരുന്നു. സോ ഇവിടെ കോഷ്യൻ ഫോമിലാണ് ഫംഗ്ഷൻ ഉള്ളത്. സോ നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യും. കോഷ്യൻ റൂൾ എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്താണ്? 1/√1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു, അത്രയേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ y = e⁻x tan ഇൻവേഴ്സ് എക്സ് ആണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡി ബൈ ഡി എക്സ് ഓഫ് e⁻x tan ഇൻവേഴ്സ് എക്സ്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ y എന്നുള്ളത് ഒരു പ്രോഡക്റ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യും. പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? e⁻x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്താണ്? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ e⁻x. സിംപ്ലിഫൈ ചെയ്യാം. e⁻x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് tan ഇൻവേഴ്സ് എക്സ്. tan ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് tan ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് e⁻x. e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. സോ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ e⁻x/1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് e⁻x tan ഇൻവേഴ്സ് എക്സ്. വേണമെങ്കിൽ e⁻xനെ പുറത്തേക്ക് എടുത്തിട്ട് എഴുതാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? e⁻x tan ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാനായിരുന്നു. ഇവിടെ ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ
ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, അഥവാ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, സെക്കൻഡ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഡയറക്റ്റ് എഴുതുന്നു, ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. വേണമെങ്കിൽ ഇ റൈസ് ടു എക്സിനെ പുറത്തേക്ക് എടുത്തിട്ട് 1/1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്നുള്ള ഫോമിലും എഴുതാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷനിലെ പ്രോബ്ലംസ്.